ഉണ്ട്, ഒരാളും കൂടി ഇരിപ്പുണ്ട്. ഇല്ല, ആ ഒരാളും കൂടെ ഉള്ളൂ. എന്നിട്ടും ഒരു പിടുത്തം ഉണ്ടല്ലോ. അത് വരികയല്ല, അതകത്തല്ലേ. ഇല്ല അല്ല. ഹലോ, ഹായ് ഫ്രണ്ട്സ്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാൻസ് എന്ന് പറഞ്ഞ ഒരു ടി വിയാണ്. ലാൻസിനെ കുറിച്ച് പറയുമ്പോൾ ഒന്ന് രണ്ട് വാക്കുകൾ എനിക്ക് പറയേണ്ടി വരും. ഈ ലാൻഡ് മാർക്ക് എന്ന് പറഞ്ഞ് നിങ്ങൾ കേട്ടിട്ടാണ്. ലാൻഡ് മാർക്ക് ഞാനൊരു 5-10 വർഷത്തോളം ലാൻഡ് മാർക്കിൻ്റെ ഫ്രാഞ്ചൈസി ഞാൻ സോണി അല്ലാതെ വേറൊരു കടയായിട്ട് ചെയ്തതാണ്. അപ്പോൾ ലാൻഡ് മാർക്കുകാർ സ്വന്തമായിട്ട് ഇറക്കിയ ടി വിയാണ് ലാൻസ്. ഞാൻ ഇതുവരെ എനിക്ക് സർവീസ് ചെയ്യാനത് കിട്ടിയിട്ടില്ല, ആദ്യമായിട്ടാണ് സർവീസ് ചെയ്യാൻ കിട്ടുന്നത്. ഇതിപ്പോൾ പ്രത്യേകതയൊന്നുമില്ല, എല്ലാം നോയിഡ ടി വി തന്നെ, ഓരോ പേരെഴുതി വരുന്നെന്ന് മാത്രം. ലാൻഡ് മാർക്ക് ചെയ്യുമ്പോൾ ലാൻസ്, മറ്റു പലരും ചെയ്യുമ്പോൾ മറ്റു നോർമൽ സാധാ ടി വി തന്നെയാണ് കേട്ടോ, പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അപ്പം ഇതാണ് ഇതിൻ്റെ അകം. പാനൽ ടീ കോമ്പോർഡൊക്കെ വെച്ചുള്ള ഒരു പാനലാണ്. പാനൽ ഏത് കമ്പനിയുടെ ആണെന്ന് നോക്കട്ടെ. കുഴപ്പമില്ല, നല്ല ഒരുവിധം ഇതുണ്ട്. അതിനുള്ള വിലയെ മേടിക്കുന്നുള്ളൂ കേട്ടോ, കുറ്റമൊന്നും പറയാനില്ല. ഇത് ബോർഡ് പ്രശ്നമാണ്. ഇതിൻ്റെ കപ്പാസിറ്ററൊക്കെ മാറിയിട്ടുണ്ട്, ആരോ നേരത്തെ മാറ്റിയിട്ടുണ്ട്. നമുക്കിത് LED കത്തുമെന്ന് ആദ്യം നോക്കാം. ഇത് പടമില്ല, നോ പിക്ചറാണ്. ബാക്ക് ലൈറ്റ് ആണോ ബോർഡ് തന്നെ പ്രശ്നമാണോ എന്നൊന്നും നമുക്കറിയില്ല. ഈ നോയിഡ നമ്മൾ ചെന്നിട്ട് നമുക്കിഷ്ടമുള്ള ക്വാളിറ്റിയിലുള്ള സെറ്റുകൾ നമ്മൾ പറയുന്ന ബ്രാൻഡ് ചെയ്തു തരും. മിനിമം ക്വാണ്ടിറ്റി നമ്മൾ എടുക്കണമെന്ന് മാത്രമേ ഉള്ളൂ. ഇന്ത്യയിലെ ടി വി ഇലക്ട്രോണിക്സ് അസംബ്ലിങ് സ്ഥലമാണത്. ബോർഡൊക്കെ നമുക്ക് സെലക്ട് ചെയ്ത് കൊടുക്കാം. ഇല്ല, LED കത്തുന്നതില്ല. അപ്പോൾ LED പോയതേ കാണുള്ളൂ, LED പിടിക്കുന്നില്ല, ഒന്നും കത്തുന്നില്ല. വേറെ കുഴപ്പമില്ലെന്ന് വിചാരിക്കാം, എന്നാലും നമുക്ക് അരിക്കാം. LED ഓണാകത്ത് സ്ഥിതിക്ക് ഓഫ് ചെയ്ത് മാറ്റി വെച്ചു. ഓണായിട്ടിരിക്കുമ്പോൾ ഇത് കൈകൊണ്ട് പിടിക്കല്ലേ. 300 വോൾട്ട് വരും അവിടെ. ഇത് കണ്ടിക്കുമ്പോൾ ഒരു ഡോക്ടറുടെ മികവാണ്. ഇത് കണ്ടിക്കുമ്പോൾ ഇങ്ങോട്ട് കത്തി കയറി വന്നു കഴിഞ്ഞാൽ സ്കോപ്പ് കട്ടായിപ്പോവും. വെയിൻ കെട്ടാതെ കണ്ടിക്കണമെന്ന് പറയുന്ന പോലെ. എൻ്റെ അനിയൻ ഡോക്ടറാ, പക്ഷേ ഞാനല്ലല്ലോ. അനിയൻ മാത്രമല്ല, എൻ്റെ ചേട്ടന്മാരും ഡോക്ടർമാരുണ്ട്. എൻ്റെ അമ്മാവൻ ഡോക്ടറാണ്. ഡോക്ടർമാരുടെ ഫാമിലി തന്നെയാണ് ഞങ്ങൾ. ഒത്തിരി പേര് ഡോക്ടറുണ്ട്. എനിക്ക് പണ്ട് തൊട്ട് ഈ ചുകര കണ്ടാൽ എനിക്ക് ബുദ്ധിമുട്ടാണ്, ഞാൻ ഡോക്ടറാകാൻ പോകുന്നത്. എനിക്ക് ആൾക്കാരുടെ പ്രയാസവും ചുകരയും ബുദ്ധിമുട്ടും ഒക്കെ എനിക്ക് പറ്റി പ്രയാസം, അതുകൊണ്ട് ഞാൻ ഡോക്ടറാകാൻ പോകുന്നില്ലെന്ന് വെച്ചു. അതുകൊണ്ട് ഞാൻ ടി വിയുടെ ഡോക്ടറായേക്കാന്ന് വെച്ചു. ഇതാ പിന്നെ ചുകര വരികയല്ലോ, കറണ്ടല്ലേ വരുള്ളൂ. ആ ഷോക്ക് അടിക്കുക, അത് കാണത്തുമില്ലല്ലോ. അങ്ങനെ ഒരു ഗുണമുണ്ട് കറണ്ടിന്, അറിയോ? കിട്ടുന്ന അടി നമുക്ക് എവിടുന്നാ വരുന്നത് കാണാതെയാണ് നമ്മൾ അടി മേടിക്കുന്നത്. അപ്പം അദൃശ്യനായ ഒരു ശക്തിയാണ്, ദൈവം വന്ന് അടിക്ക് തരുന്ന പോലെയാണ് കറണ്ട്. അമ്മയുടെ ഇളയ ആങ്ങളെന്ന് പറയുന്നത് പ്രശസ്തനായ സർജനായിരുന്നു. ഇറ്റലിയിലൊക്കെ ആയിരുന്നു. അമ്മായി അതെ. പിന്നെ ചേട്ടന്മാർ കുറേ ഉണ്ട്, അളിയനുണ്ട്. ഡോക്ടർമാർക്കൊന്നും ഒരു പഞ്ഞമില്ല. മാർക്കറിങ്
വെച്ചു. തെളിഞ്ഞു. നമുക്ക് ജസ്റ്റ് ഒന്ന് ടോപ്പ് ഇതൊക്കെ ഒന്ന് അറിയാനേ. ഒരു കണ്ണാടി ഉണ്ടല്ലോ, ആ ലെൻസ് ഇഞ്ഞെടുത്ത് ഇത് പതുക്കെ ലോക്ക് എടുക്കണം. ഫുൾ ലോക്കാ. ചെറിയ ഇത് മതി. ഇത് മതി. കണ്ടില്ലേ, ഇത് മുഴുവൻ പ്ലാസ്റ്റിക് ലോക്കുകളാണ്. എന്നാലും ഇതിന് പ്ലാസ്റ്റിക്കിന് യാതൊരുവിധ ക്വാളിറ്റിയും ഇല്ല. നമ്മൾ സൂക്ഷിച്ചും കണ്ടുമൊക്കെ എടുത്തിട്ട് അത് മൊത്തം പൊട്ടിപ്പോവും. മനസ്സിലായിട്ടോ? സോണിയോ സാംസങ്ങോ ഒക്കെ ആണെങ്കിൽ നമുക്ക് കുറച്ച് നല്ല ക്വാളിറ്റി പ്ലാസ്റ്റിക്കാണ്, നമുക്കത് കുഴപ്പം മതിയാകും. ഇത് മൊത്തം പൊട്ടിത്തെറിച്ച് പോവും. ഇത് തീരെ മോശമായി പ്ലാസ്റ്റിക്കുകളാണ്. ഉണ്ടല്ലേ, മിക്കല്ല ഇതൊക്കെ വൺ ടൈം യൂസിന് വേണ്ടി ഉണ്ടാക്കുന്ന ടി വികളാണ്, യൂസ് ആൻഡ് ത്രോ. അതൊക്കെ നമ്മൾ റിപ്പയർ ചെയ്തെടുക്കുമ്പോഴാണ് ഈ കുഴപ്പം. ഒരു ഉദ്ദേശിക്കുന്നത് കേടായിട്ടുണ്ടെങ്കിൽ കളഞ്ഞോളുക, നെക്സ്റ്റ് ടി വി മേടിച്ചോളുക. കാരണം അത്രയും വില കുറച്ചാണ് ഉണ്ടാക്കി കൊടുക്കുന്നതും എല്ലാം. മേടിച്ച ആൾക്കറിയാം ഈ പൈസ എത്ര കഷ്ടപ്പെട്ടാണ് ഉണ്ടാക്കിയതെന്ന്. അതുകൊണ്ട് അങ്ങനെ കളയാൻ ആൾക്കാർ തയ്യാറല്ല. അതുകൊണ്ട് ഒക്കെ ബുദ്ധിമുട്ട് വരുന്നത്. കുറച്ചൊക്കെ നിൽക്കും, കുറച്ചൊക്കെ പോവും. നമുക്ക് വേറെ വഴിയില്ല. അത് തീരെ ക്വാളിറ്റി ഇല്ലാത്ത ഇതാണ് പ്ലാസ്റ്റിക്. അത് ജെൻസി 3 LED ഉണ്ട്, 6 3 ഇത്ര വോൾട്ടാന്ന് നമുക്ക് മീറ്റർ കിട്ടിയാലേ അറിയത്തുള്ളൂ. നമുക്ക് ആ ചെക്ക തമ്പി നമ്മുടെ മുമ്പത്തെ എടുത്ത് വെച്ചോ. അതിനെടുത്തു. നമ്മൾ പണി കഴിയുന്നവരെ അത് നമുക്ക് വേണം. നമ്മളങ്ങനെ ചെക്ക് ചെയ്യുമ്പോൾ ഇവിടുത്തെ വയർ ഊരി വിടണേ. വയർ ഊരി വിട്ടില്ലെങ്കിൽ നമ്മുടെ ബോർഡിന് കംപ്ലൈൻറ്റ് വരുവേ. അത് വരാതിരിക്കുന്ന 36 വോൾട്ട് എന്നൊക്കെ കാണിക്കുന്നുണ്ട്, പക്ഷേ കത്തുന്നില്ല. 36 300 അത് കത്തുന്നില്ല. ഇത് കത്തി. അതിൻ്റെ അറ്റത്ത് ഒരെണ്ണം കത്തുന്നില്ല. ഒന്ന് വീഡിയോ പിടിച്ചതിന് ചെയ്തുകൊണ്ടോ അതിൻ്റെ അറ്റത്ത് 17 വോൾട്ട് കാണിക്കുന്നു. അറ്റത്തൈ അത് കത്തിയില്ല, ഇതൊട്ടും കത്തുന്നില്ല. അപ്പോൾ 2 ബൾബും പോയതാ, 3 പോയതാ. ഇത് 2 കത്തുന്നില്ല. അപ്പോൾ ദൈവം അനുഗ്രഹിച്ച് ഒരെണ്ണം വെച്ചിട്ടുണ്ട്. നമുക്ക് അതിൻ്റെ വോൾട്ടേജ് അറിയാൻ ദൈവമേ, വോൾട്ടേജ് എങ്ങനെ അറിയും നോക്കട്ടെ. ഒരെണ്ണം ഉണ്ട്, 3 വോൾട്ടാണ്. 3 വോൾട്ട്. ഈ മുഴുവൻ പോയായിരുന്നതിൻ്റെ വോൾട്ടേജ് അറിയാൻ നമ്മൾ കഷ്ടപ്പെട്ടു പോയത്. 3 വോൾട്ട് 6 LED 3 സ്ട്രിപ്പ്. 3 വോൾട്ട് 6 LED 3 സ്ട്രിപ്പ്. ഈ 3 സ്ട്രിപ്പ് വരുമ്പോഴുള്ള ഗുണം എന്നാന്ന് ചോദിച്ചാൽ കുറച്ചുകൂടെ ബ്രൈറ്റ്നസ് കൂടുതലായിരിക്കും. 2 സ്ട്രിപ്പ് അടിക്കുന്നവരും ഉണ്ട്. ഇക്കാലം ദൈവം അനുഗ്രഹിച്ച് ഒരു LED
എത്തുന്നുണ്ട്, 3 വോൾട്ട് കാണിക്കുന്നുണ്ട്. അപ്പോൾ 3 വോൾട്ട് തന്നെ മീറ്റർ കാണിച്ചാൽ ഇത് അപ്പോൾ കാണിച്ചാൽ ഇത് 3 മാറണം. ആ 3 × 6 കണ്ടായിരുന്നു. 3 വോൾട്ട്. 3 വോൾട്ട്. ഇത് ഊരി വെച്ചോ. ഇനി ഇതൊക്കെ തിരിച്ചു വെച്ചോ. നമുക്കിതിന് വെച്ച് 6 LED ഉള്ള 3 വോൾട്ട് സാധനം കണ്ടുപിടിക്കണം. പിന്നെ വ്യത്യാസം പിന്നെ വയറിട്ടങ്ങ് അടിക്കാന്നുള്ളൂ. ഇതെങ്ങനെയുണ്ട്? ഇത് നീളം അതോ ഇതാണോ നല്ലത്? ഇത് ഏകദേശം ഇതാ നല്ലത്. ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ഒരെണ്ണം എന്നാണെങ്കിലും കട്ട് ചെയ്യണം കുറച്ച്. എന്നാലും ഇതാ നല്ലത്. ഇതങ്ങ് മാറ്റിയേക്കാം. അതാണ് നമുക്ക് ഇതിനകത്തിടാനേ ഒരു മാർക്കറിങ് ആണ്. ഇതൊന്നും മേടിക്കാനെടുത്ത് വെച്ചേ. ചക്കായിക്കാണല്ലോ അത് ഉപയോഗിക്കാവേ. മാർക്കർ ആ വേസ്റ്റോട്ട് കളഞ്ഞാൽ അടച്ചു. ഇത് കുത്തി ഇത് അടച്ചു വെച്ചോ. ഇത് അതിന് സ്പീഡ് ചെയ്യേണ്ടത് ഈ അടയ്ക്കുക എന്നുള്ളതാണ്. ആ മാർക്കർ പോവാതെ. എപ്പോഴും മാർക്കർ വെച്ചാൽ അന്നേരം എത്രയും പെട്ടെന്ന് അടച്ചു വെക്കുക, അല്ലെങ്കിൽ അത് ആവിയായി പോവേ. ഉണങ്ങിപ്പോവും. പിന്നെ നമുക്ക് ആവശ്യത്തിന് എടുക്കുമ്പോൾ തെളിയല്ല. റിമോട്ട് എന്ത് നീ കൊണ്ടുവന്ന് ഇത് തന്നെ ഇതിൻ്റെ ഏറ്റവും ബുദ്ധിമുട്ടുള്ള കാര്യം. കവറൊക്കെ ഉണ്ട് ചേർക്കുക. ഇതൊക്കെ മാറ്റേണ്ട സമയം. എത്ര വർഷമായി ഇങ്ങനെയെല്ലാം ടി വി ഉണ്ടാക്കി കൊടുക്കാൻ നോക്കി.
ചെറിയ മാറ്റം വരും. ഇത് നമുക്കിടാം കറക്റ്റ്. പാനിൽ പോയതാ LED ഇട്ടത് വെറുതെ. മീറ്റർ ഇങ്ങനത്തെ പിന്നെ ഒരു സൈഡ് വല്ലതും കട്ട് ചെയ്ത് വിടുക അങ്ങനെയുള്ള പരിപാടികളേ ഉള്ളൂ. ഈ സൈഡ് ഷോർട്ടാണ്, പക്കാ ഷോർട്ടാണ്. അല്ല പാനൽ ഫുള്ള് മാറ്റി വെക്കണം. ഈ പാനൽ ഇത് മാറ്റണം, ഈ നമ്മൾ ഡിസ്പ്ലേ വരുന്ന സാധനം അതാണ്. ഇതാണ് നമ്മളിപ്പോൾ മാറി LED. അത് കത്തുന്നില്ലാത്തതുകൊണ്ട് നമുക്കിത് ഓണാണെന്ന് അറിയത്തില്ല. ഞാനതാ ടോർച്ച് വെച്ച് അവിടെ അടിച്ചു നോക്കിയേ. ഇത് പടം ഉണ്ടെങ്കിൽ ടോർച്ച് വെച്ച് അടിച്ചു നോക്കി അകത്ത് കാണാൻ പറ്റും. മനസ്സിലായില്ലേ? കണ്ടില്ല, എന്നാലും പിന്നെ എനിക്കൊരു പ്രതീക്ഷ ഞാനങ്ങ് മാറിയെന്നുള്ളേ ഉള്ളൂ. ലൈറ്റ് തെളിയാതെ നമുക്കൊരു തീരുമാനം പറയാൻ പറ്റുമല്ലോ. ഈ കപ്പാസിറ്റർ നേരത്തെ മാറിയിട്ടുള്ള ഇത് മാറിയിട്ടുള്ള അതൊക്കെ നേരത്തെ ചെറിയ കംപ്ലൈൻറ്റ് വന്നപ്പോൾ മാറുമായിരിക്കും. നേരത്തെ ഇതുപോലെ ലൈറ്റ് പോയ പ്രശ്നം വന്നില്ലേ? ഒന്ന് ലൈറ്റ് കത്തും കെട്ടുപോലെ അതിന് മാറുന്ന ഇതിപ്പോൾ ലൈറ്റ് തന്നെ പോയതാ. പുതിയ TV എക്സ്ചേഞ്ച് ചെയ്തെടുക്കാനാവും. ഞാൻ ഫ്രാങ്കിലുള്ള കാര്യം പറയുക, പറഞ്ഞ മനസ്സിലായില്ലേ? ഇതിപ്പോൾ 32 ഇഞ്ച് മതി. ഈ പെട്ടിക്കകത്തിരുന്നു റബ്ബർ ബാൻഡ് ഉണ്ടോ? ഒരു റബ്ബർ ബാൻഡോട് ഞാൻ തരാം, നല്ല അടുത്തിരിക്കുള്ളൂ. ഇത് ഇതൊന്ന് പഴക്കമായി ഇതിനല്ല. അതെ പൈപ്പിലിട്ടാ തരുന്നല്ലേ? സ്കൂട്ട് മാറ്റി വെച്ചു. ഇനി ഇത് അഴിച്ചെടുക്കണേ അതിൽ കൂടുതൽ സമയം എടുക്കും. LED പിന്നെ ഞാനും എടുക്കാം സമയമുള്ളപ്പോൾ. പാനൽ പോയതായതുകൊണ്ട് പിന്നെ പാനൽ മാറുന്നതിന് ഒരു 5 രൂപ മേളിലാകുന്നതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് കസ്റ്റമർക്ക് നമ്മൾ എക്സ്ചേഞ്ച് ഓഫറിൽ 43 ഇഞ്ച് പുതിയ ആൻഡ്രോയിഡ് TV കൊടുത്തു. പുള്ളി ഹാപ്പി ആയിട്ട് പോയി. കാരണം ഇത് നന്നാക്കി എടുക്കുന്ന പൈസയുടെ കൂടെ കുറച്ച് പൈസ കൂടി ഇട്ടാൽ പുതിയ 43 ഇഞ്ച് കിട്ടും. അങ്ങനെ 43 ഇഞ്ച് TV വല്ല വാൾ മൗണ്ടും ഒക്കെ മേടിച്ച് കസ്റ്റമർ ഹാപ്പി ആയിട്ട് പോയി. ദൂരെ നിന്ന് വന്ന കസ്റ്റമർ ആയതുകൊണ്ടാണ് ഞങ്ങൾ ഉടനെ തന്നെ അത് തീരുമാനമാക്കി വിട്ടത്. അപ്പോൾ നമ്മുടെ വീഡിയോ കണ്ട എല്ലാവർക്കും വളരെ നന്ദി. ഈ വീഡിയോ ഇവിടെ നിർത്തുകയാണ്. അടുത്ത ഒരു സർവീസുമായിട്ട് വരുന്നവരെ. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാത്തവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.